മരിക്കുന്നതിന് മുൻപോ പിൻപോ ദക്ഷയല്ലാതെ മറ്റാരെങ്കിലും ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് അവളുടെ മാത്രമായിരുന്നു. ഓക്കെ. എന്താ സർ, എന്തെങ്കിലും കുഴപ്പം? ഹേയ്, ഒന്നുമില്ല. നത്തിങ്. ഈ അച്യുതൻ നായരല്ലാതെ ഇവിടെ മറ്റാരും ഇല്ലേ സഹായത്തിന്? കുക്കിങ്ങിനും അകമ്പണിക്കുമായി ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വരും. പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഒഴിവുള്ളപ്പോ അവരുടെ ഭർത്താവ് വന്ന് ചെയ്യും. അയാൾക്ക് ക്വാറിയിലാണ് സ്ഥിരം പണി. എന്താ അയാളുടെ പേര്? കേളു. ഇവനെ ഞാൻ കൊണ്ടുപോകും. ഒറ്റ ഒരുത്തൻ അനങ്ങിയ പാറ പൊട്ടുന്നത് പോലെ ഇവന്റെ പേട്ട് തല ഇവിടെ ചെതറും. ബാലഗംഗാധരനെ കൊല്ലാനും അതിലൂടെ സ്വയം ഇല്ലാതാകാനും ദക്ഷ ഉപയോഗിച്ച ബോംബിൽ 40% അടങ്ങുന്നത് ഗൺ പൗഡറാണ്. അതായത് പാറ പൊട്ടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന നല്ല നാടൻ വെടിമരുന്ന്. ഇവിടെ എനിക്കറിയേണ്ടത്, കേളു ദക്ഷയ്ക്ക് കൊടുത്തത് വെറും വെടിമരുന്ന് മാത്രമോ, അതോ വെള്ളാരം കല്ലും അലുമിനിയം പൗഡറും കുപ്പിച്ചില്ലും ചേർത്തുണ്ടാക്കിയ 2 കാറുകൾ പൊട്ടിച്ചെതറാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒരു റിമോട്ട് കൺട്രോൾഡ് ബോംബോ? എന്റെ പൊന്ന് സാറ്, വെടിമരുന്ന് പോയിട്ട് ഒരു കമ്പിത്തിരി പോലും ഞാൻ ആ കൊച്ചിന് കൊടുത്തിട്ടില്ല. അതിന് മുഴുത്ത വട്ടായിരുന്നു സാറ്. വട്ട് മൂത്ത് അതെന്തെങ്കിലും കാണിച്ചു കൂട്ടിയേനെ. അതിനിപ്പോ ഞാൻ വേണോ സമാധാനം പറയാൻ? നീ പോലീസുകാരോട് നോ. കേളു, എന്നാ നീ ഇതുവരെ പ്രതിയായതുപോലെ അടിപിടിയും കള്ളവാറ്റൊന്നും അല്ല കേസ്. കൊലപാതകം, അതും സൂയിസൈഡ് ബോംബിംഗ്. ഇപ്പൊ നീ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ പാവം കേരള പോലീസ് ആവില്ല നിന്നെ ചോദ്യം ചെയ്യുന്നത്. അങ്ങ് ഡൽഹി എന്നുള്ളവരായിരിക്കും. പിന്നെ തീവ്രവാദി എന്നും പാകിസ്ഥാൻ ചാരനെന്നും ഒക്കെ പറഞ്ഞ് ആയുസ് മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും. അയ്യോ, അതൊന്നും വേണ്ട സാറേ, ഞാൻ പറയാം. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. പറ. ആ കൊച്ച് ഈ വേണ്ടാതീനമൊക്കെ കാണിക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നായർ പറഞ്ഞിട്ട് 2 വാഴക്കുല വെട്ടാനാ ഞാൻ ആ പറമ്പിൽ ചെന്നത്. ഇതാരും രക്ഷക്കുഞ്ഞു. ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് ഞാൻ വിളിച്ചപ്പോ താനെന്താ കേൾക്കാത്ത മട്ടി പോയത്? കുഞ്ഞെന്നെ വിളിച്ചായിരുന്നു. എപ്പോ? ഈ വളിച്ച മോന്തയും വെച്ചോണ്ട് എന്നോട് വിളവിറക്കല്ലേ? അത് പിന്നെ കുഞ്ഞ്, ഇന്നലെ ഞാൻ ഇത്തിരി പരുവക്കേടിലായിരുന്നു. ഈ മാട്ടച്ചാരായി ഓടിച്ചോണ്ട് ഞാൻ എങ്ങനെയാ കുഞ്ഞിന്റെ മുന്നിലോട്ട് വന്ന് നിൽക്കുന്നത്? കുടിച്ചിട്ടിപ്പോഴെന്താ മാധവിയെ തല്ലാറുണ്ടോ? അതൊക്കെ പണ്ട്, ബുദ്ധി ഉറക്കാത്ത കാലത്ത്. ഇപ്പൊ അവൾ എനിക്കെന്റെ ജീവനാ, ജീവന്റെ ജീവൻ. അയ്യോ, ഇത്രയും കാശ് ഒരുമിച്ച് കിട്ടിയ ഞാൻ ചിലപ്പോ വയററിയാതെ കുടിച്ച് അവളെ പിടിച്ച് തല്ലിയെന്നിരിക്കും. ഈ കാശ് അതിനൊന്നും അല്ല. താൻ എനിക്കൊരു സാധനം കൊണ്ടു തരണം. എന്നാ കുഞ്ഞ്? കുഞ്ഞ്, എന്റെ അങ്ങേ അവളും മൈത്രി കൊച്ചമ്മയൊന്നും ഈ കാര്യം അറിഞ്ഞു പോരുത്. എനിക്ക് ഈ നാട്ടിൽ പിഴച്ചു പോകേണ്ടതാ. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്കാരെയും അറിയിക്കേണ്ട കാര്യമില്ല. സൂക്ഷിക്കണേ കുഞ്ഞേ, വെടിമരുന്നാ.
ശ്രീറാമിന്റെ മൊഴിയും ദക്ഷയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ വെബ്സൈറ്റ് അഡ്രസ്സുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബോംബ് ഉണ്ടാക്കാനോ ഇങ്ങനൊരു ക്രൈം പ്ലാൻ ചെയ്യാനോ ദക്ഷയ്ക്ക് മറ്റാരുടെയും സഹായം തേടേണ്ടി വന്നില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും നമ്മൾ. ഒരു ബോംബ് എങ്ങനെ നിർമ്മിക്കണം എന്നതിൽ തുടങ്ങി നമുക്കാർക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ വെപ്പൺസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും റെഡിലി അവൈലബിൾ ആണ് ഈ സൈറ്റുകളിലൊക്കെ. ദക്ഷയെ പോലെ ബ്രില്യൻ്റ് ആയ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് ഒരു ബോംബ് ഉണ്ടാക്കാൻ ടെക്നോളജിയിൽ ഇത്രയും സഹായം തന്നെ ധാരാളമല്ലേ? സർ, എന്തായി കബീർ, അന്വേഷിച്ചോ? അന്വേഷിച്ചു സർ. ഒരു അഖില ദേവരാജൻ, സുധാ നായർ, ആഷ്ലി ജേക്കബ്, ഇവർ മൂന്നുപേരുമാണ് ബാലഗംഗാധരന്റെ വലിയ ഇഷ്യൂസ് ആയ സ്ത്രീ വിഷയങ്ങൾ. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണവും അയാൾ പണം പറഞ്ഞ് സമർത്ഥമായി ഒതുക്കി തീർത്തു എന്ന് മാത്രമല്ല, അയാളുടെ ദുബായിലെയും കൊച്ചിയിലുള്ള ഓഫീസുകളിൽ ഇവർക്ക് ഉയർന്ന പോസ്റ്റുകളിൽ ജോലി നൽകുകയും നല്ല പോഷായി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സാർ. ചുരുക്കി പറഞ്ഞാൽ ബാലഗംഗാധരൻ മരിക്കണമെന്നത് പോയിട്ട് അയാളെ ഒരു ഉറുമ്പ് കടിക്കണമെന്ന് പോലും ഈ രണ്ടുപേരും ആഗ്രഹിച്ചിരിക്കില്ല, അല്ലേ? അതെ സർ. പിന്നുള്ളത് ആഷ്ലി ജേക്കബാണ്, ബാലഗംഗാധരന്റെ അവസാനത്തെ ഇര. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു ആഷ്ലി. കുറച്ചൊക്കെ എനിക്കറിയാം ഈ കേസിനെ കുറിച്ച്. ഈ ഡാൻസ് റിഹേഴ്സൽ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട്. അതെ സർ. കോടതിയിൽ അവസാനം വരെ ആ കുട്ടി സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിന്നതാ. പക്ഷേ ബാലഗംഗാധരന്റെ പണത്തിന് മുന്നിൽ അവൾ ഭ്രാന്തിയും വേശ്യയുമായി മുദ്രകുത്തപ്പെട്ടു. ഒടുവിൽ സംഭവത്തിന് ദൃക്സാക്ഷിയായ സ്വന്തം ഇളയപ്പം പോലും മൊഴിമാറ്റി പറയുന്നത് കണ്ട് കോടതിക്കുള്ളിൽ ബോധം കെട്ടു വീണു. ഇപ്പൊ ഈ കുട്ടി പിറവത്ത് മടത്തിലമ്മമാർ നടത്തുന്ന ഒരു കോൺവെന്റില, അവരുടെ സംരക്ഷണത്തിൽ. ബർസോ സർ, ഈ ആഷ്ലി ജേക്കബും ദക്ഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം സർ. അതുപോലെ ആ കോൺവെന്റിലെ ഫോൺ നമ്പർ എനിക്കൊന്ന് വേണം. ശരി സർ. പക്ഷെ ആ കുട്ടി ഇപ്പോഴും മെന്റലി അപ്സെറ്റ് ആണെന്നാ എനിക്കറിയാൻ കഴിഞ്ഞത്. ആഷ്ലി, മോളെ, ഇദ്ദേഹം മോളെ കാണാൻ വന്നതാ. മോളോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. ഞാൻ ശ്രീരാമകൃഷ്ണൻ. എനിക്ക് ആഷ്ലിയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. പേടിക്കണ്ട കുട്ടി. ആഷ്ലി അറിയോ ഈ കുട്ടിയെ? എവിടെയെങ്കിലും വെച്ച് കണ്ടതായോ പരിചയപ്പെട്ടതായോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞോളൂ കുട്ടി. കുട്ടി കോൺവെന്റിലേക്ക് പോയിക്കൊള്ളൂ. ഫോൺ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടി മെന്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള്. വളരെ സ്മാർട്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം പല ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിട്ടും കേസ് കൊടുത്തതും പ്രസ് മീറ്റ് വിളിച്ചതുമൊക്കെ അവളുടെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു. പക്ഷേ കോടതിയിൽ സ്വന്തക്കാർ പോലും എതിര് പറയുന്നത് കണ്ട് മനസ്സ് തകർന്നതാ അതിൻ്റെ. സാരമില്ല മദർ, ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് അന്വേഷിച്ചോളാം. നീ ഇന്ന് കോൺവെന്റിൽ പോയ കാര്യം എന്തായി? ദക്ഷയെ ആ കുട്ടി തിരിച്ചറിഞ്ഞോ? ഇല്ലടാ, വ്യക്തമായ ഒരു മറുപടിയും ആ കുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. എന്താ നിന്റെ അടുത്ത പ്ലാൻ? ഇനി എന്റെ ലിസ്റ്റിൽ എനിക്ക് കാണാനുള്ളത് പ്രധാനമായിട്ടും ഒരാളെ കൂടി മാത്രമാണ്. ദക്ഷയുടെ പ്രഖ്യാപിത ശത്രു, അവളുടെ രണ്ടാനച്ഛൻ ഐസക് പണിക്കർ. അതിനിപ്പോ അയാൾ എവിടെ ഉണ്ട്? അത് ഞാൻ അന്വേഷിച്ചു. ഭാഗം വെച്ച് കിട്ടിയ 5 ഏക്കർ റബ്ബർ തോട്ടം പരിപാലിച്ചുകൊണ്ട് മൂപ്പരിപ്പ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. നമുക്കുടനെ അങ്ങോട്ടൊന്ന് പോണം. നമുക്കോ? അതെ, നീയും വരണം. അല്ല, അതിന് ഞാൻ എന്നാത്തിനാ? എടാ, ഒരു അൺഒഫീഷ്യൽ വിസിറ്റ്. വെറുതെ അതുവഴി പോയപ്പോ ഒന്ന് കേറി എന്ന മട്ടിൽ. കറക്ക് തീരെ കട്ടി കുറവാന്നല്ലോടാ പാപ്പിയെ. അത് പിന്നെ തടിയ മുഴുക്ക മഴവെള്ളം ഇറങ്ങിക്കുമല്ലേ, പിന്നെ എങ്ങനെ കട്ടി വരാനാ? ഏതായാലും ഷീറ്റൊന്നിന് ഒരു 6 മഗ് വെച്ച് ഒഴിച്ചോ. ഇല്ല, വിൽക്കാൻ കൊണ്ടു ചെല്ലുമ്പം ഷീറ്റിന് തീരെ കട്ടി കുറവാന്ന് പറഞ്ഞ് കണ്ടമാനം കാശ് കുറച്ച് കളയുക അറിയിച്ച. അത് ശരിയാ. അപ്പൊ നിങ്ങൾ അറിഞ്ഞേക്കുന്നത് 2 തവണ എന്നാ. ഒരു കണക്കിന് നേരെ വന്നത് 2 തവണയേ ഉള്ളൂ.
പക്ഷെ തഞ്ചവും തരവും ഒത്തു കിട്ടുമെന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഈ റൂട്ടിൽ പ്രാഞ്ചി നടക്കാറുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ഞാനും കണ്ടു.